കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാലം ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളോട് ജീവനുള്ള ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനത്തെ പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 112 സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങൾ 112, 111 മുതൽ 118 വരെയുള്ള സങ്കീർത്തന ഭാഗങ്ങളെ നമ്മൾ ഒരേപോലത്തെ സങ്കീർത്തനം അല്ലെങ്കിൽ വിസ്ഡം പാംസ് അല്ലെങ്കിൽ ബുദ്ധി ഉപദേശിക്കുന്ന സ്തോത്രഗാനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സങ്കീർത്തനങ്ങളുടെയൊക്കെ പ്രത്യേകത ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. യഹോവയെ സ്തുതിപ്പിൻ അല്ലെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അത് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനങ്ങൾ ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ ബുദ്ധി ഉപദേശിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 112 സങ്കീർത്തനവും. എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം, എന്തുകൊണ്ട് ദൈവത്തെ അനുസരിക്കണം, ദൈവത്തെ അനുസരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, അപ്പം അങ്ങോട്ട് എന്ത് കൊടുത്താൽ, എന്ത് ചെയ്താൽ നമുക്ക് എന്ത് പ്രാപിക്കുവാനായിട്ട് കഴിയും, നമുക്ക് എന്ത് നേടിയെടുക്കുവാനായിട്ട് കഴിയും എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 112 സങ്കീർത്തനം. അപ്പം ദൈവത്തിന് എന്ത് കൊടുത്താൽ ദൈവത്തിൽ നിന്ന് എന്ത് പ്രാപിക്കാൻ കഴിയും, ഈ ബുദ്ധി ഉപദേശ സങ്കീർത്തനത്തെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം നമ്മോട് സംസാരിക്കുവാനായിട്ട് നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവെ, തന്ന നല്ല സന്ദർഭത്തിനായി സ്തുതിക്കുന്നു കർത്താവെ, ഹല്ലേലൂയ. ഇന്ന് കർത്താവെ, ഞങ്ങൾ 112 സങ്കീർത്തനം ധ്യാനിക്കുവാൻ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കപ്പെടുമ്പോൾ കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം, അങ്ങയുടെ മക്കളെ അവിടുന്ന് ബുദ്ധി ഉപദേശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ നിന്ന് പഠിച്ചു അനുസരിച്ചു അങ്ങയിൽ നിന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവെ, അവിടുത്തെ ജനങ്ങളാകുന്ന അവിടുത്തെ മക്കളാകുന്ന ഞങ്ങളെ അവിടുന്ന് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അപ്പോൾ സകല നിയന്ത്രണവും സ്വർഗസ്ഥനായ കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണമേ, യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ 112 സങ്കീർത്തനം പ്രൈസ് ദി ലോർഡ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ യഹോവയെ സ്തുതിപ്പിനെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. അപ്പം അതിൻ്റെ 1 വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വേദപുസ്തകം ആരാണ് ഭാഗ്യമുള്ളവരെന്ന് പല ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതിലൊന്നാണ് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അല്ലേ? കരുണയുള്ളവൻ ഭാഗ്യവാൻ, അല്ലെങ്കിൽ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അങ്ങനെ ഒത്തിരി ഭാഗ്യ ഉപദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ കൽപ്പന ഇഷ്ടപ്പെടുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്നവരാണ് ഭാഗ്യമുള്ളവർ. ഈ ലോകപ്രകാരം എന്തൊക്കെ നേടിയാലും അവർ നമുക്ക് ഭാഗ്യമുള്ളവരെന്ന പട്ടികയിൽ പെടുത്തുവാനായിട്ട് കഴിയത്തില്ല. പിന്നെയോ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവവചനം കേട്ട് ദൈവവചനത്തെ അനുസരിക്കുന്നവരുടെ കൂട്ടത്തെ ഭാഗ്യമുള്ളവരെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. നാം എന്തൊക്കെയോ ഭാഗ്യ അവസ്ഥകളെന്ന് കരുതപ്പെടുന്ന അനുഭവങ്ങളല്ല, മറിച്ച് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാണ് ഭാഗ്യമുള്ളവർ. ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മൾ അനുസരിക്കുവാൻ ശ്രമിക്കും. ഇപ്പോൾ പപ്പയെ അധികം ഇഷ്ടമാണെങ്കിൽ പപ്പ പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കാൻ ശ്രമിക്കും. അമ്മയെ ഇഷ്ടപ്പെടുന്നവർ അമ്മ പറയുന്നത് അനുസരിക്കുവാൻ ശ്രമിക്കും. നേരെ മറിച്ച് കൂട്ടുകാരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവർ കൂട്ടുകാർ പറയുന്നത് അനുസരിക്കുകയും പല ബുദ്ധിയല്ലാത്ത ഉപദേശങ്ങളിലേക്ക് വഴി നടത്തപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവർ പറയുന്നത് നമ്മൾ അനുസരിക്കുവാനായിട്ട് ശ്രമിക്കും. അത് സ്വാഭാവികമാണ്. ടീച്ചേഴ്സിനെ ഇഷ്ടപ്പെട്ടാൽ ആ കുട്ടി ടീച്ചർ പറയുന്നത് അനുസരിക്കുവാനായിട്ട് ശ്രമിക്കും. വീട്ടിൽ വന്നിട്ട് മാതാപിതാക്കൾ അവനെ എത്ര തിരുത്തി കൊടുത്താലും ടീച്ചർ പഠിപ്പിച്ചതാണ് ശരിയെന്ന ആ വാദത്തിൽ അവൻ ഉറച്ചു തന്നെ നിൽക്കും. അതായത് ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരെ അനുസരിക്കും, അവർ പറയുന്നത് ഏറ്റെടുക്കും, അവർ പറയുന്നതിന് വില കൊടുക്കും. അപ്പം നമ്മൾ ദൈവജനമായിരിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന, ദൈവത്തെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന നാം ദൈവം പറയുന്ന കൽപ്പനകളെ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടുമ്പോഴാണ് അത് അനുസരിക്കുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവിക കൽപ്പനകൾ ഇഷ്ടപ്പെട്ട് അനുസരിക്കുന്നവനാണ് ഭാഗ്യമുള്ളവൻ. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഒരു പട്ടിക തന്നെ അതിൻ്റെ താഴോട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 2 വാക്യത്തിൽ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അപ്പം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ് നേരുള്ളവർ. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ദൈവജനത്തിൻ്റെ സന്തതി പരമ്പര ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അവർ ക്ഷയിച്ചു പോകത്തില്ല, അവർ വാടിപ്പോകത്തില്ല. അവർ ലോകത്തിൻ്റെ താല്പര്യങ്ങളെ കണ്ടുകൊണ്ട് അതിന് ഒത്തവണ്ണം ചാഞ്ചാടി നടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ആ തലമുറ പോകത്തില്ല.
ആമേൻ, ലോകത്തിൻ്റെ പിന്നാലെ പോകാതെ അവർ ദൈവസന്നിധിയിൽ ബലപ്പെട്ടിരിക്കുന്ന ഒരു തലമുറയായി തീരപ്പെടും. എങ്ങനെ? നാം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ആമേൻ അതിനെ ഇഷ്ടപ്പെട്ട് അതിനെ പിൻപറ്റിയാൽ, അതിനനുസരിച്ചാൽ ആമേൻ നമ്മുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അവർ ക്ഷയിച്ചു പോകത്തില്ല, അവർ ക്ഷീണിച്ചു പോകത്തില്ല, അവർ ലോകത്തിന് ആമേൻ അടിമപ്പെട്ടു പോകത്തില്ല. അവർ ബലത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതായ അനുഭവം അല്ലെങ്കിൽ ദൈവത്തെ പിൻപറ്റുന്ന ഒരു തലമുറ ആമേൻ അവർക്കുണ്ടാകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ വചനം പഠിപ്പിക്കുന്നത് അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ആരുടെ സന്തതി? ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ കൽപ്പനകൾ ഇഷ്ടപ്പെട്ട് അനുസരിക്കുന്നവരുടെ സന്തതി ഭൂമിയിൽ ബലത്തോടിരിക്കും. പിന്നെയോ നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ആർക്കാണ് തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്തത്? ആമേൻ, എല്ലാവർക്കും ആഗ്രഹമുണ്ട് അവരുടെ മക്കൾ, അവരുടെ സന്തതി, ആമേൻ അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെന്ന്. പക്ഷേ വചനത്തെ അനുസരിക്കുവാനായിട്ട് മനസ്സില്ല. ദൈവം പറയുന്നത് അനുസരിക്കുവാൻ മനസ്സില്ല. പക്ഷേ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് താല്പര്യമുണ്ട്. അപ്പം ദൈവത്തെ അനുസരിക്കുന്നവർക്ക്, ആ കൽപ്പനകൾ ഇഷ്ടപ്പെട്ട് അനുസരിക്കുന്നവർക്കാണ് ആമേൻ ഈ പറയുന്ന അനുഗ്രഹങ്ങളെ നേടിയെടുക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പം അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ആമേൻ, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അടുത്ത വാക്യത്തിൽ ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഐശ്വര്യവും സമ്പത്തും ദൈവകൽപ്പന ഇഷ്ടപ്പെട്ട് അനുസരിക്കുന്നവൻ്റെ ഭവനത്തിലുണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. ആമേൻ. നന്മ ചെയ്ത് ദൈവഹിതം ചെയ്ത് നിൽക്കുന്നവരുടെ നീതി, തലമുറകളുടെ അനുഗ്രഹത്തെ കണ്ടിട്ട് അതിലൂടെ ആ നീതി നിലനിൽക്കുന്നതായിട്ട് ആമേൻ ജനം പറയുവാൻ ഇടയായിത്തീരും. എങ്ങനെ? നേരുള്ളവരുടെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ആമേൻ, അവരുടെ വീട്ടിൽ ശാപം ഉണ്ടാകത്തില്ല, അനർത്ഥങ്ങൾ ഉണ്ടാകത്തില്ല. ആമേൻ, ലോകത്തിൻ്റെ പിന്നാലെ പോയി ആമേൻ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ അവിടെ ഉണ്ടാകത്തില്ല. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഇഷ്ടപ്പെട്ട് അനുസരിക്കുന്ന നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അവർ ഒരിക്കലും ശാപഗ്രസ്തരായി തീരത്തില്ല. അവരുടെ ഭവനത്തിലേക്ക് ശാപം വരത്തില്ല, അവരുടെ മക്കളുടെ മേൽ ശാപം വരത്തില്ല. അവർ നശിച്ചു പോകുന്ന തലമുറയായി തീരത്തില്ല. പിന്നെയോ അവരനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി തീരും. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമോ? നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ആമേൻ. വചനം ഇങ്ങനെ പറയുന്നു, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. നേരുള്ളവർക്ക്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നേരായ മാർഗത്തിൽ നടക്കുന്നവർക്ക് ആമേൻ ചുറ്റും ഇരുട്ടെന്ന് പറയുമ്പോഴും അവിടെ വെളിച്ചം ഉദിക്കുന്നു. കർത്താവിൻ്റെ തേജസ് അവിടെ പ്രകാശിച്ചിട്ട് അടഞ്ഞിരിക്കുന്ന വഴികളെ തുറന്ന് ഇനി പുറത്തേക്ക് വരത്തില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളെ അതിജീവിച്ച് അവർ വിജയത്തോടുകൂടി പുറത്തേക്ക് വരുന്ന അനുഭവത്തെ അവിടെ കാണുവാനായിട്ട് കഴിയും. ആമേൻ. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. അവരുടെ ജീവിതം അവിടെ അവസാനിക്കുകയല്ല, അവരുടെ ജീവിതം അവിടെ തകർന്നു പോവുകയല്ല. പിന്നെയോ അവർ വെളിച്ചത്തിലേക്ക് വരുന്ന, അവരുടെ പ്രശ്നങ്ങളെ അതിജീവിച്ച് ആമേൻ അവരുടെ പ്രതികൂലങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരപ്പെടും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. അവർക്ക് കൃപയും കരുണയും നീതിയും പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയും. ദൈവം കൃപയും കരുണയും നീതിയും ഉള്ളവനാകയാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഇഷ്ടപ്പെട്ട് ഏറ്റെടുത്ത് അനുസരിക്കുന്ന ദൈവജനവും ദൈവിക സ്വഭാവങ്ങളായ കരുണയും സ്നേഹവും മനസ്സലിവും നീതിയും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും അവരുടെ പ്രവർത്തികളിൽ. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. കൃപ തോന്നണമെങ്കിൽ ആമേൻ അവർക്ക് ദൈവിക കൃപ ലഭിച്ചിരിക്കണം. കൃപ ലഭിച്ചവനാണ് മറ്റുള്ളവരോട് കൃപ തോന്നുകയും അവരോട് കൃപ കാണിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ നന്മകളെ മാത്രം ആമേൻ നിങ്ങൾ ഉദ്ദേശിക്കരുത്. ദൈവികമായ ഒത്തിരി ആമേൻ നന്മകളുണ്ട്, സമ്പത്തുണ്ട്.
കൃപ തോന്നുമ്പോൾ വായ്പയായി കൊടുക്കുന്ന ദൈവിക സമാധാനം, ദൈവിക രോഗശാന്തി, ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക അഭിഷേകം, ഇതൊക്കെ കൃപ തോന്നി വായ്പയായി കൊടുക്കുവാനായിട്ട് കഴിയണമെങ്കിൽ കൃപ പ്രാപിച്ച ദൈവജനത്തിനെ അത് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവിക കൽപ്പനകൾ ഇഷ്ടപ്പെട്ടനുസരിച്ച് ദൈവത്തിന്റെ കൃപ പ്രാപിക്കണം. അപ്പോഴാണ് കൃപയോടെ നമുക്ക് മറ്റുള്ളവർക്ക് വായ്പ നൽകുവാൻ കഴിയുന്നത്, ദൈവിക അനുഗ്രഹങ്ങളെ പങ്കിട്ടു കൊടുക്കുവാനായിട്ട് കഴിയുന്നത്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിന്റെ ദാനങ്ങളെ പങ്കുവെക്കുവാനായിട്ട് കഴിയുന്നത് ദൈവിക കൃപ പ്രാപിച്ച ദൈവജനത്തിനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കൽപ്പനകൾ ഇഷ്ടപ്പെടുമ്പോൾ നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കും. ദൈവത്തിന്റെ കൃപ ലഭിച്ചിട്ടുണ്ടോ? കൃപയോടെ നിനക്ക് മറ്റുള്ളവർക്ക് ദൈവിക അനുഗ്രഹങ്ങളെ വാരിക്കോരി നൽകുവാൻ, വായ്പയായി നൽകുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ലോകത്തേക്ക് നോക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ട ഒത്തിരി വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. സ്വസ്ഥതയില്ലാതെ അലയുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. അവിടേക്ക് കടന്നു ചെന്ന് ദൈവത്തിന്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ കഴിയണമോ? രോഗ അനുഭവത്തിൽ തകർന്നിരിക്കുന്നവർ അടുക്കിലേക്ക് കടന്നു ചെന്ന് യേശു സൗഖ്യദായകനാണെന്ന് പറയുവാനായിട്ട് കഴിയണമോ? നീ ദൈവിക കൽപ്പനകൾ ഇഷ്ടപ്പെട്ട അനുസരിച്ച് ദൈവത്തിന്റെ കൃപ പ്രാപിച്ച ദൈവ പൈതലായി തീരണം. ഹല്ലേലൂയ. അനുസരിക്കുവാനായിട്ട് മനസ്സുണ്ടോ? വേദപുസ്തകത്തിലുടനീളം ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ പരമ്പര അത് നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അനുസരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ. ദൈവസന്നിധിയിൽ വചനങ്ങൾ അനുസരിക്കുമ്പോൾ 4ാം തലമുറയോളം നന്മ കൊണ്ട് പിന്തുടരുന്ന ഒരു ദൈവകൃപ. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഏറ്റെടുക്കുവാൻ, പ്രിയ ദൈവജനമേ, അതിനെ അനുസരിക്കുവാനായിട്ട് നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. വചനം പറയുന്നത്, കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. അവനൊരിക്കലും തളരത്തില്ല, അവനൊരിക്കലും തീർന്നു പോകത്തില്ല, അവനെപ്പോഴും നന്നായിരിക്കും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആ ഒരു അനുഭവത്തിലേക്ക് വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് നമ്മൾ ചെയ്യേണ്ടത് ദൈവകൽപ്പന ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടുമ്പോൾ അതിനെ നമ്മൾ അനുസരിക്കും. ഹല്ലേലൂയ. വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും. അവനെക്കുറിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പരാതികളുടെ അനുഭവങ്ങൾ ഉണ്ടായാൽ അവിടെ അവൻ ഒത്തുതീർപ്പിലേക്ക്, അല്ലെങ്കിൽ ആ വ്യവഹാരത്തിൽ, ആ പരാതിയിൽ അവന് പരിഹാരത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയും. അവൻ ആഗ്രഹിച്ച വിഷയത്തെ അവന് നേടുവാൻ അവിടെ കഴിയപ്പെടുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഒത്തിരി കേസുകളും പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ആയിട്ടിരിക്കുന്ന ദൈവജനം ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിലൊന്ന് താണിരിക്കാമോ? നിന്റെ പ്രശ്നത്തിന് പരിഹാരം, നിന്റെ കേസിൽ ഒരു ഒത്തുതീർപ്പ്, നിന്റെ വ്യവഹാരത്തിൽ നീ ആഗ്രഹിക്കുന്ന തരത്തിലൊരു പരിഹാരം അത് നൽകുവാനായിട്ട് സർവശക്തനായ ദൈവമുണ്ട്. നീ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ താണിരുന്ന അവൻ്റെ കൽപ്പനകളെ ഏറ്റെടുത്ത് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഹല്ലേലൂയ. ദൈവിക കൽപ്പനകളെ അനുസരിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? വചനം ഇങ്ങനെ പറയുന്നു, അവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നിൽക്കുന്ന ഒരു നീതിമാൻ അവൻ ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ല. എന്ത് പ്രശ്നം അവൻ്റെ മേൽ വന്നാലും, ഏത് രോഗം വന്നാലും, ഏത് ഭാരം വന്നാലും, ഏത് പ്രയാസം വന്നാലും അവൻ കുലുങ്ങത്തില്ല, അവൻ അനങ്ങത്തില്ല. കാരണം ദൈവത്തിൻ്റെ പേര് അത്രയ്ക്ക് അവനൊരു ഉറപ്പുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ട് ആ ദൈവം നിശ്ചയമായി ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുവരും, അവൻ എന്നെ വിടുവിക്കും, അവൻ എന്നെ ഈ വിഷയത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ശക്തനാണെന്നുള്ള ഉറച്ച വിശ്വാസം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ദൈവജനത്തിന് ഉണ്ടാകപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീതിമാൻ ഒരിക്കലും കുലുങ്ങിപ്പോകത്തില്ല, അവൻ്റെ ഓർമ്മ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. ചിലരെ കുറിച്ചെങ്കിലും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഇന്ന വ്യക്തി വളരെ നീതിമാനായിരുന്നു. അതെന്തുകൊണ്ട്? നീതി പ്രവർത്തിച്ചാൽ, ദൈവഹിതം ചെയ്താൽ അവരുടെ പേര് ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകാതെ അത് ഓർമ്മയിൽ ഇരിക്കുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ഹല്ലേലൂയ. അവൻ എന്നേക്കും ഓർമ്മയിൽ ഇരിക്കും. ആരും അവനെ മറക്കത്തില്ല. കാരണം അവൻ നന്മ ചെയ്യുന്ന വ്യക്തിയായിരുന്നു, ദൈവഹിതം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അവനെ മറക്കത്തില്ല. അവൻ അടുത്ത വചനത്തിൽ, ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവനെക്കുറിച്ച് ആര് എന്ത് പറഞ്ഞുണ്ടാക്കിയാലും ദുർവർത്തമാനം, അവൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുമ്പോൾ, അവനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തത് അവനെ പാടി ആക്ഷേപിച്ചിങ്ങനെ നടക്കപ്പെടുമ്പോൾ അവൻ കുലുങ്ങത്തില്ല. വചനം പറയുന്നത് ഒരനക്കവും ഇല്ല. തന്നെക്കുറിച്ചല്ല പറഞ്ഞത്, കേട്ടില്ല, കണ്ടില്ല, മിണ്ടത്തില്ല. അങ്ങനെ ഊമനായി, ചെകിടനായി, അന്ധനായി ഇരിക്കുന്ന ഒരുവനായി തീരുവാൻ ദൈവജനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. വചനം പറയുന്നു, ദുർവർത്തമാന നിമിത്തം അവൻ കുലുങ്ങിപ്പോകത്തില്ല.
അവനെക്കുറിച്ച് ആര് എന്ത് പറഞ്ഞുണ്ടാക്കിയാൽ, ഏത് ദുർവർത്തമാനം, ഏത് ദോഷ വാർത്ത അവനെക്കുറിച്ച് ആര് പറഞ്ഞാലും അവൻ കുലുങ്ങത്തില്ല. ദൈവത്തിൽ ആശ്രയിച്ച് അവൻ ഉറച്ചിരിക്കും. കാരണം എന്താ? അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ദൈവത്തിൻ്റെ പൈതലേ, ദൈവവചനം അനുസരിക്കുന്ന ദൈവജനമേ, നിന്നെക്കുറിച്ച് ആരെന്തു പറഞ്ഞാലും നീ കുലുങ്ങാതെ ദൈവത്തിൽ ആശ്രയം വെച്ച് ഉറച്ചിരിക്കും. നിന്നെക്കുറിച്ച് എതിരായി സംസാരിക്കുന്നവൻ, നീ അറിയാത്ത കാര്യങ്ങൾ നിന്നെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന വ്യക്തി, ആ വ്യക്തി രൂപാന്തരപ്പെട്ടു വരുന്നത് കാണുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുവാനുള്ളൊരു മനസ്സുണ്ടാകുന്നത് ആമേൻ ഒരു ദൈവ പൈതലിന് മാത്രമാണ്. ആമേൻ മറ്റുള്ളവൻ്റെ മനസ്സിൽ പാക വളർന്നു വരപ്പെടുമ്പോൾ, പ്രതികാര ചിന്ത വളർന്നു വരപ്പെടുമ്പോൾ, ദൈവജനത്തിൻ്റെ ഉള്ളിൽ അവൻ രൂപാന്തരപ്പെടണമെന്നുള്ള ആഗ്രഹവും അവന് വേണ്ടി ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനകളുമാണ് ഉയർന്നു വരപ്പെടുന്നത്. ഇതാണ് ദൈവകൽപ്പന അനുസരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത. ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഹല്ലേലൂയ. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും അവൻ കുലുങ്ങിപ്പോകത്തില്ല. ആര് എന്തു പറഞ്ഞു നടന്നാലും അവൻ അനങ്ങത്തില്ല. കാരണം അവൻ്റെ ഹൃദയം ഉറച്ചിരിക്കുന്നത് ലോകത്തിലല്ല, യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിച്ച് കുലുങ്ങുന്ന അനുഭവത്തിൽ ഇരിക്കുമെന്നല്ല, യഹോവയിൽ ആശ്രയിച്ച് ഉറപ്പോടെ ഇരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ഉറപ്പുള്ളവരായിരിക്കുവാൻ, കുലുങ്ങാതെ ഇരിക്കുവാൻ, ദൈവസന്നിധിയിൽ സ്ഥിരതയോടിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഈ സമയം ദൈവസന്നിധിയിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുമോ? കർത്താവേ, ഏത് പ്രശ്നങ്ങളുടെ നടുവിലും അങ്ങയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്ന ഒരു ഹൃദയം എനിക്ക് നൽകണമേ. അങ്ങയുടെ വചനം ഏറ്റെടുത്ത് അനുസരിക്കുവാനുള്ള ഒരു മനസ്സൊരുക്കം എനിക്ക് നൽകണമേ എന്ന് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ഹൃദയം ആമേൻ ഭയപ്പെടാതെ സ്ഥിരമായിരിക്കും. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും, ഭയപ്പെടാതെ സ്ഥിരമായിരിക്കും. ഹല്ലേലൂയ. ചാഞ്ചാട്ടമുള്ള മനസ്സിന് ആമേൻ ഉടമയായി തീരത്തില്ല. പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കും. പറയുന്നത് നന്മയായിരിക്കും, പ്രവർത്തിക്കുന്നത് നീതിയായിരിക്കും. അതുകൊണ്ട് അതിൽ ഉറപ്പോടെ നിൽക്കുവാൻ കഴിയും. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അതുകൊണ്ട് അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. തനിക്കെതിരായി എഴുന്നേൽക്കുന്ന ശത്രുക്കൾ, തനിക്കെതിരായി ദുർവർത്തമാനം പറഞ്ഞു നടക്കുന്ന ജനം, അവരിൽ അവൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ച ഹൃദയത്തോടെ ഭയപ്പെടാതെ സ്ഥിരതയോടെ ഇരിക്കുന്ന ഒരു ദൈവ പൈതൽ ആമേൻ ശത്രുക്കളായി തനിക്കെതിരെ എഴുന്നേറ്റു വരുന്ന ജനത്തിൻ്റെ ഉള്ളിൽ, ജനത്തിൻ്റെ നടുവിൽ അവൻ്റെ ആഗ്രഹത്തെ നിവർത്തിച്ചു കാണും. അതായത് അവർ രൂപാന്തരപ്പെടുന്നതും തനിക്ക് അനുകൂലമായി കടന്നു വരുന്നതും ദൈവ മക്കൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നിനക്കെതിരായി ദുർവർത്തമാനം പറയുമ്പോൾ നിന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്ന അനുഭവത്തിലാണോ? ഇന്ന് നിനക്കെതിരായി ദോഷം പറഞ്ഞു നടക്കുന്നവരെ കുറിച്ച് നീ ദൈവസന്നിധിയിൽ ഉറപ്പോടുകൂടി പ്രാർത്ഥനയിൽ അപേക്ഷിക്കുന്ന വ്യക്തിയാണോ? തീർച്ചയായും ആ വ്യക്തി നിനക്ക് അനുകൂലമായി തീരുന്നത്, ആ വ്യക്തി ദൈവസന്നിധിയിൽ രൂപാന്തരപ്പെടുന്നത്, ആ വ്യക്തി മടങ്ങി വരുന്നത് നിനക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. വചനം അങ്ങനെ പറയുന്നു, അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. തനിക്കെതിരായി നടക്കുന്ന വ്യക്തികൾ തനിക്ക് അനുകൂലമായി തീരുന്നത്, നന്മയുള്ളവരായി മാറുന്നത്, ദൈവത്തെ അനുസരിക്കുന്നവരായി തീരുന്നത്, അത് അനുഭവിക്കുവാനായിട്ട് കഴിയും ദൈവ കൽപ്പന ഇഷ്ടപ്പെട്ട് അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്. ഹല്ലേലൂയ. ആ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കണം. ആമേൻ. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. നീതിയോടുകൂടെ നിലനിൽക്കുവാൻ നീ വാരി വിതറി ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ആമേൻ കൊടുക്കുന്നവനാകണം. ആമേൻ. ഹൃദയത്തിൽ ഒത്തിരി ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, സമാധാനത്തിന് ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, ആമേൻ. സ്വസ്ഥതയ്ക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, ആരോഗ്യത്തിന് ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. ആമേൻ. ശാരീരികമായി മാനസികമായി തകർന്ന അനുഭവങ്ങളിൽ എവിടെയാണോ ആരോഗ്യം ആഗ്രഹിക്കുന്നത്, എവിടെയാണോ വിടുതൽ ആഗ്രഹിക്കുന്നത്, ആ മേഖലകളിൽ ആമേൻ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വാരി വിതറി യേശുവിൻ്റെ നാമത്തിൽ നൽകുവാനായിട്ട് ആമേൻ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് ദൈവിക കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ് ചെയ്യുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഒരു ദൈവ പൈതലിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നവരാകണം. സമ്പത്തിനെ മാത്രമല്ല ദൈവം ഉദ്ദേശിക്കുന്നത്, സമ്പത്ത് പങ്കുവയ്ക്കുന്ന അനുഭവം മാത്രമല്ല, ആമേൻ ഭക്ഷണം പങ്കുവയ്ക്കുന്ന അവസ്ഥ മാത്രമല്ല, അത് വേണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ കാണാത്ത മേഖലകളിൽ അവൻ അനുഭവിക്കുന്ന ദാരിദ്ര്യമുണ്ട്. ആമേൻ. ഏകാന്തതയുടെ നടുവില് തകർന്നു പോകുന്ന, കണ്ണുനീരിനാൽ നിറയപ്പെട്ട് നിലവിളിക്കുന്ന സാഹചര്യങ്ങളുണ്ട്.
അവിടേക്ക് കടന്നു ചെന്ന് ആ ദാരിദ്ര്യത്തെ മാറ്റുവാൻ, അവിടെ വാരിവിതറി ദാനം ചെയ്യുവാൻ ഒരു ദൈവ പൈതലിന് മാത്രമേ കഴിയത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് ആ മേഖലകളിലേക്ക് ദൈവകൃപയാൽ ദൈവവചനത്തെ അനുസരിച്ച് മറ്റുള്ളവരുടെ ദാരിദ്ര്യം തീർക്കുന്ന അനുഭവത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ദൈവകൽപ്പന അനുസരിക്കുവാൻ, ഏറ്റെടുക്കുവാൻ മനസ്സുണ്ടോ? നാം ഭൂമിയിൽ ദാരിദ്ര്യം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല. ആമേൻ. സമ്പന്നരാകുവാനും അതോടൊപ്പം ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ധാരാളം നന്മ ആമേൻ വാരി നൽകുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നീതിയും ആമേൻ പരിശുദ്ധാത്മാവിന്റെ ആമേൻ അഭിഷേകവും ആമേൻ മറ്റുള്ളവരിലേക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരിലേക്ക് ആമേൻ വാരി വിതറുവാൻ ദൈവത്തിന്റെ ജനം വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ പിൻപറ്റുവാനും, ദൈവവചനത്തെ അനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ദൈവഹിതം ചെയ്യുവാൻ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ആമേൻ വാരി കൊടുക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് ഉറപ്പും ധൈര്യവുമുള്ള ഹൃദയത്തോടുകൂടി യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുവാൻ തക്കവണ്ണം നിന്റെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്താമോ? കൽപ്പനകൾ അനുസരിക്കുന്നതിൽ, ദൈവവചനം അനുസരിക്കുന്നതിൽ, ദൈവത്തെ പിൻപറ്റുന്നതിൽ ഉറച്ചിരിക്കാമോ? അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ആമേൻ. അവൻ ഒരിടത്തും തല താഴ്ത്തേണ്ടി വരത്തില്ല. ദൈവത്തെ അനുസരിക്കുന്ന ദൈവ പൈതൽ, ദൈവസന്നിധിയിൽ തല വണക്കുന്ന ദൈവ പൈതൽ, ലോകത്തിന്റെ മുന്നില്, ശത്രുക്കളുടെ മുന്നില്, പ്രതികൂലങ്ങളുടെ മുന്നില്, പിശാചൊരുക്കുന്ന കെണികളുടെ മുന്നില് നീ തല താഴ്ത്തേണ്ടി വരത്തില്ല. നിന്റെ കൊമ്പ്, നിന്റെ അഭിമാനം ആമേൻ അത് ഉയർന്നു തന്നെ ഇരിക്കും. ഹല്ലേലൂയ. നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. നിന്നെ കാണുന്നവർ നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം, നിന്നോട് ഇടപെടുന്നവർ നിന്നെ ആമേൻ ഉയർത്തി നിർത്തുവാൻ തക്കവണ്ണം, നിനക്ക് ബഹുമാനം നൽകുവാൻ തക്കവണ്ണം നിന്റെ തല ഉയർന്നിരിക്കും, നിന്റെ കൊമ്പ് ഉയർന്നിരിക്കും, നിന്റെ അനുഗ്രഹങ്ങൾ ഉയർന്നിരിക്കും. മറ്റുള്ളവർ സാക്ഷിക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവർ ദൈവത്തിന് നന്ദി പറയുവാൻ തക്കവണ്ണം നിന്റെ അനുഗ്രഹങ്ങൾ ഉയർന്നിരിക്കും. ഹല്ലേലൂയ. നീ ദൈവത്തെ അനുസരിച്ചാൽ, ദൈവകൽപ്പനകൾ അനുസരിച്ചാൽ ആമേൻ അത് കണ്ടിട്ട് ആമേൻ അതിന്റെ അവസാന വാക്യം ഇങ്ങനെ പറയുന്നു: ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ല് കടിച്ചു ഉരുക്കിപ്പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ആമേൻ. നിന്നെ തകർക്കുവാനായിട്ട് ആമേൻ വല വീശുവാനായിട്ട് കാത്തു നിൽക്കുന്ന പിശാചുണ്ടല്ലോ, ആമേൻ നിനക്ക് കെണിയൊരുക്കി കാത്തിരിക്കുന്ന പിശാചുണ്ടല്ലോ, അതാണ് ദുഷ്ടൻ. ദുഷ്ടന്റെ ആശ ആമേൻ അത് നശിച്ചു പോകും. നിന്നെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടന്റെ പദ്ധതികൾ തകർന്നു പോകും. നിന്റെ നന്മ കണ്ടിട്ട്, നിന്റെ അനുഗ്രഹം കണ്ടിട്ട് ആമേൻ ദുഷ്ടൻ വ്യസനിക്കും, അവൻ ദുഃഖിച്ചു പോകും. ആമേൻ. ദുഷ്ടനായ പിശാച് പല്ല് കടിച്ചു ഉരുക്കി പോകുവാൻ, ദുഷ്ടന്റെ ആശ നശിച്ചു പോകുവാൻ, ദുഷ്ടന്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായി, ദുഷ്ടന്റെ ആമേൻ ഒരുക്കുന്ന കെണികൾക്ക് അപ്പുറമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ആമേൻ ദൈവജനം ഒരുക്കപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. ഈ 112 സങ്കീർത്തനം നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിച്ച് ദൈവത്തെ പിൻപറ്റിയാൽ പിശാചുരുക്കുന്ന ഒരു കെണികളിലും നിന്നെ തകർക്കുവാനായിട്ട്, അകപ്പെടുത്തുവാനായിട്ട് കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വ്യാപരിക്കുകയും നിന്റെ കൊമ്പ് അഭിമാനത്തോടുകൂടെ, ബഹുമാനത്തോടുകൂടെ ഉയർന്നിരിക്കുവാൻ തക്കവണ്ണം ദൈവം നിന്നെ നടത്തുകയും ചെയ്യും. അങ്ങനെ അനവധിയാകുന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ കൽപ്പന ഏറ്റെടുത്ത് അനുസരിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമോ? അതിന് മനസ്സുണ്ടോ? ദൈവസന്നിധിയിൽ നിന്നെ ആമേൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനൊത്തിരി ദൈവത്തിൻ്റെ നന്മ പ്രാപിക്കുവാൻ കഴിയുകയും അവൻ്റെ നന്മയും ഉയർച്ചയും അഭിമാനവും കണ്ടിട്ട് അവനെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടൻ പല്ലുകടി ചുരുക്കിപ്പോകുവാൻ ഇടയാവുകയും ചെയ്യും. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ആമേ ദൈവസന്നിധിയിൽ ഒരുക്കാമോ? പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, 112 സങ്കീർത്തനം ഇന്ന് ധ്യാനിക്കുവാൻ അങ്ങ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. അപ്പ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു, യഹോവയുടെ കൽപ്പനകളെ ഇഷ്ടപ്പെട്ട് ആമേൻ അത് ഏറ്റെടുത്ത് അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ഇഷ്ടത്തോടുകൂടി ഏറ്റെടുത്ത് അനുസരിക്കുവാനും ആമേൻ വചനം അനുസരിക്കുന്നവർക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും തക്കവണ്ണം കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. കേട്ട എല്ലാ മക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പ ഇതവരുടെ ആമേൻ ഹൃദയത്തിൽ ഹല്ലേലൂയ ക്രിയ ചെയ്യുന്ന വചനമായി തീരട്ടെ. അപ്പ
കർത്താവെ, അവരുടെ ഉള്ളിലെ ദാരിദ്ര്യങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, ദൈവിക കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് കർത്താവെ ദൈവത്തിൻ്റെ കൃപയെ പ്രാപിക്കുവാൻ, ഹൃദയം ഉറപ്പോടുകൂടി ധൈര്യത്തോടുകൂടി യഹോവയിൽ ആശ്രയിച്ച് സ്ഥിരതയോടെ ഇരിക്കുവാൻ തക്കവണ്ണം അവരെ തന്നെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവെ അവിടുത്തെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം കൂടെയിരിക്കും. അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ചു നടത്തും. സകല പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കും. ദൈവം കൃപയോടുകൂടി കർത്താവെ കരുണയുടെ കരത്തിൽ അവരെ അനുഗ്രഹിച്ചു കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം കൊണ്ട് സൂക്ഷിക്കും. അങ്ങയുടെ കൽപ്പന ഏറ്റെടുത്തനുസരിക്കുവാൻ തക്കവണ്ണം കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനം അനുസരിച്ച് അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ കർത്താവെ അങ്ങയുടെ ജനത്തെ സഹായിക്കണമേ. കൃപയിൽ ഏൽപ്പിക്കുന്നപ്പ യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.